ഞങ്ങൾ തിരുപ്പതിയിൽ പോയപ്പോൾ അവിടെ താമസിച്ച റൂമാണ് ഇട്ടത്. 2 ഡബിൾ ബെഡായിട്ടുള്ള റൂം. അത് ഫസ്റ്റ് തന്നെ വന്നപ്പോൾ ഞാൻ എടുക്കാൻ വിട്ടുപോയപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് പോരാറായപ്പോഴാണ് ഞാൻ ഈ റൂമിൻ്റെ ടൂർ എടുക്കാൻ നോക്കുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ അലങ്കോലമായിട്ട് കിടക്കണ നമ്മൾ തലേ ദിവസം കിടന്നിട്ട് റൂമാകെ ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ 2 ഡബിൾ ബെഡ്. അപ്പോൾ നല്ല റൂമായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ നല്ല റൂം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് റൂമൊക്കെ കണ്ടുപിടിച്ചത്. ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിരുന്നില്ല താമസിക്കാനുള്ള റൂം. അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ കിട്ടി. കാർ പാർക്കിങ്ങിനും എല്ലാം ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് റൂം എടുക്കുമ്പോൾ അവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. 2 ടവലുണ്ടായിരുന്നു. പിന്നെ ഇത് 2 സോപ്പ്, പിന്നെ ബ്രഷ്, പിന്നെ ഷാമ്പു, ഇതൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഷാമ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ പോരുന്ന വഴിക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടു ഇതൊക്കെ എടുത്ത്. പിന്നെ വെള്ളം കുപ്പി 4 ബോട്ടിലുണ്ടായിരുന്നു. ഗ്ലാസ്, TV, AC, പിന്നെ ഒരു ചെയറ്, ഒരു മേശ, ഒരു ടീപ്പോയി, ഇതൊക്കെ. പിന്നെ ഒരു ഷെൽഫൊന്നും ഞങ്ങൾ തുറന്ന് ഉപയോഗിച്ചില്ല. വാഷ് ബേസിൻ, ഇതൊക്കെ നല്ല നീറ്റും ക്ലീനൊക്കെ. പിന്നെ ഒരു ജനലുണ്ടായിരുന്നുള്ളൂ. അത് വാഷ് ബേസിനെടുത്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് ബിൽഡിങ്ങുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിച്ച ഞാൻ ജനലൊന്നും തുറന്നിട്ടായിരുന്നില്ല. കൊതുകൊക്കെ വരുന്ന വിചാരിച്ചിട്ടേ ജനലൊന്നും തുറന്നിട്ടായിരുന്നില്ല കേട്ടോ. അടയ്ക്കണം കാണിച്ചിട്ട്. പിന്നെ ബാത്റൂം നല്ല ബാത്റൂമായിരുന്നു. ഒരു ഡസ്റ്റ്ബിൻ, ഇതാണ് ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം കൂടിയിട്ട് നല്ല ക്ലീനായിരുന്നു കേട്ടോ. ഒരു ഹീറ്റർ, ഇതൊക്കെയാണ് ബാത്റൂം. ഒരു എക്സോസ്റ്റഡ് ഫാൻ. അതൊക്കെ ഓരോന്നോരോന്ന് കെറ്റിക്കൊണ്ടു. ഒരു പെട്ടി കൊണ്ടുപോയാവേ. അപ്പോൾ ഹസ്ബൻഡ് സാധനങ്ങളൊക്കെ കയറ്റാൻ പോയി. ഒരു ലഗേജും കൊണ്ട് മോൻ പോയി, ഹസ്ബൻഡും പോയി. ഇനി ഞങ്ങൾക്ക് പിടിക്കാനുള്ള സംഗതികളാണ് ഇവിടെയുള്ളത്. ഞങ്ങളെ മേക്കപ്പ് സാധനങ്ങളുടെ ബാഗ്, പിന്നെ അവിടുത്തെ സോപ്പും ഷാമ്പൊക്കെ എടുത്ത് വെച്ചൊരു പാക്ക്. ഇങ്ങനെ വെയിറ്റ് ഉള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ഇത് മറക്കണം. ഞാനും മോളെ ഇനി ഇറങ്ങാനുള്ള കേട്ടോ റൂമിൽ. അവർ രണ്ടാളും ഇറങ്ങി. TV ഓഫ് ചെയ്യണം. ഇത് ഇൻറ്റീരിയർ, റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കാണിച്ചിട്ട്. ഫോൺ ചാർജ് ചെയ്യാൻ അവിടെ 2 ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. 2 ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. റൂമിൻ്റെ റൂഫ് ഭാഗം, അതുപോലെ സീലിംഗ് നല്ല റൂമായിരുന്നു. ഇനി ഞങ്ങൾ തിരുപ്പതിക്ക് ചെന്നാലും ഇവിടെ തന്നെയാണ് റൂം എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അത്ര നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങാണ്. റൂമൊന്നും കൂടി അതിന് മുന്നിൽ ടിഷ്യൂ പേപ്പർ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാൻ, ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകാം. ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ട്
ഇറങ്ങാൻ പോകുന്നു കേട്ടോ. മറന്നോ നോക്കാം ചിക്കയ്യാണ്. നടക്ക്. അടിക്കാൻ താക്കോൽ എടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ റൂമിനോട് ഗുഡ് ബൈ. ഞങ്ങൾ ഇറങ്ങി താക്കോലെടുത്ത് പൂട്ടി. താക്കോലിനെ അവരെ കയ്യിൽ കൊടുക്കും. റൂമാണ്. അപ്പോൾ റൂം ഞാൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് പൂട്ടണമെന്ന് അറിയാം. പൂട്ടി ഇറങ്ങണില്ലേ? മതി. അങ്ങനെ ഞങ്ങൾ 3-ാം നിലയിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പൂട്ടാണ് കേട്ടോ. പുറത്തെ ജനലൊക്കെ അടച്ചിട്ട് പുറത്തെ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ചെന്നിട്ട് കാണിച്ചു തരാം പുറത്തെ കാര്യങ്ങൾ. താഴെ എത്തിയില്ല. ഇറങ്ങി. വൈഡായിട്ടുള്ള കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ. നിറച്ച് ഇതേ ചുറ്റും മലകളാട്ടാ. വേറെ കുറേ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവരെ കാറുകളൊക്കെയാണ്. അത് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഒരു ഗ്രൗണ്ട് ആയിരുന്നു, കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നതൊക്കെ കേട്ടോ. ഇതൊരു പട്ടി, നമ്മളെ നാട്ടിലെ പോലെ തന്നെ നായ തെരുവ് നായ ഉണ്ട് അവിടെ. പിന്നെ അതാ എല്ലാവർക്കും ഗുഡ് ബൈ.